നമസ്കാരം. എല്ലാ വർഷവും പെന്തക്കോസ്തയ്ക്ക് മുമ്പുള്ള ഞായർ ആശയവിനിമയ രംഗത്തും മാധ്യമരംഗത്തും സംഭവിച്ച നേട്ടങ്ങളെ പ്രകീർത്തിക്കാനും സുവിശേഷ മൂല്യങ്ങൾക്കനുസരണം മാധ്യമരംഗത്തെ എങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന് ചിന്തിക്കാനും കത്തോലിക്ക സഭ പ്രത്യേകമായി സമർപ്പിക്കുന്നു. മെയ് 12 ആഗോള മാധ്യമ ദിനമായി ഈ വർഷം ആചരിക്കുന്നു. 1967 പോൾ 6 മാർപ്പാപ്പയാണ് ആഗോള മാധ്യമ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ആധുനിക ആശയവിനിമയ മാധ്യമങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളും സാധ്യതകളും മനസ്സിലാക്കാൻ സഭ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഈ ദിനം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ചിന്ത പ്രബലമായത്. ആധുനിക ലോകത്തിൽ പൂർണ്ണമായും സഭ ഇടപെട്ട് മുന്നേറണമെന്ന ചിന്തയാണ് ഇതിനടിസ്ഥാനം. അജപാലന കോൺസ്റ്റിറ്റ്യൂഷനായ ഗൗഡിയം എറ്റ് സ്പെസ് പ്രതിപാദിക്കുന്നത് സഭ ആധുനിക ലോകത്തിൽ എന്ന വിഷയമാണ്. നമ്മുടെ കാലത്തെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും ഞെരുക്കമനുഭവിക്കുന്നവരുടെയും സന്തോഷവും പ്രതീക്ഷയും ആശങ്കയും ആകുലതയും ക്രിസ്തുവിൻ്റെ അനുയായികളുടേത് കൂടിയാണ് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രസ്താവിച്ചു. സാംസ്കാരിക പരിവർത്തന പ്രക്രിയയിൽ മാധ്യമങ്ങൾക്കുള്ള നിർണായകമായ ശക്തി മനസ്സിലാക്കിയാണ് സഭ ഇത്തരമൊരു ആചരണത്തിന് തയ്യാറായത്. മനുഷ്യ ജീവിതത്തെ അതിൻ്റെ സൗന്ദര്യവും സത്യവും നന്മയും കൊണ്ട് സമ്പന്നമാക്കാനുള്ള മാധ്യമങ്ങളുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ സഭ നൽകുന്നു. കാരണം മാനവ വംശത്തോടും അതിൻ്റെ ചരിത്രത്തോടും സഭ സത്യസന്ധമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. എന്നാൽ അതേസമയം മനുഷ്യരെ വഴിതെറ്റിക്കുന്നതും തെറ്റായി സ്വാധീനിക്കുന്നതുമായ മാധ്യമ ഉപയോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നും നിർബന്ധമുണ്ട്. ആശയവിനിമയ ലോകം റെദംതോറിസ് മിസ്സിയോ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ 1990 സാമൂഹിക മാധ്യമ ലോകത്തെ ആധുനിക കാലത്തെ അരയോപാഗസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പസ്തോലനായ പൗലോസ് ഏതൻസിൽ നടത്തിയ പ്രസംഗമാണ് അരയോപാഗസിലെ പ്രസംഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പസ്തോല പ്രവർത്തനം 17 അധ്യായം 14 മുതൽ 34 വരെ അത് വായിക്കാം. സിനഗോഗിലും അഗോറയിലും ചന്തസ്ഥലങ്ങളിലും പൗലോസ് പ്രസംഗിച്ചു. ചില ഗ്രീക്കുകാർ അരയോപാഗസിൽ പ്രസംഗിക്കാൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി. അന്യദേവന്മാരെക്കുറിച്ച് പറയാൻ അനുവാദമില്ലാത്തിടത്ത് പൗലോസ് അജ്ഞാത ദേവന്റെ ബലിപീഠത്തിന് മുൻപിൽ ക്രിസ്തുവിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സംസാരിച്ചു. അറിയാത്തതിനെ ആരാധിക്കുന്നതിന് പകരം ദൈവത്തെ അറിയാൻ ഈ പ്രസംഗം ആഹ്വാനം ചെയ്തു. ഇത്തരമൊരു പശ്ചാത്തലത്തെയാണ് ആധുനിക മാധ്യമ ലോകവുമായി ജോൺ പോൾ 2 മാർപ്പാപ്പ താരതമ്യം ചെയ്തത്. സ്വർണവും വെള്ളിയും ആരാധനാമൂർത്തികളാകുന്ന അന്ധവിശ്വാസം നിറഞ്ഞ ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ആധുനിക മാധ്യമ ലോകം പുതിയ അരയോപാഗസ് ആകുന്നത് ഈ വിധമാണ്. മനുഷ്യരെ ഒന്നിപ്പിക്കുകയും ആഗോള ഗ്രാമമാക്കി മാറ്റുകയും ചെയ്യുന്ന ആധുനിക മാധ്യമ സാധ്യതകളെ മുൻനിർത്തിയാണ് ജോൺ പോൾ പാപ്പ സംസാരിച്ചത്. പുതിയ തലമുറയുടെ ജീവിത രീതികളെ നിർണ്ണയിക്കുന്നത് പോലും സാമൂഹിക മാധ്യമങ്ങളാണെന്ന് നമുക്കറിയാം. നവമാധ്യമ ലോകത്താണ് അവർ വളരുന്നത്. വിവരശേഖരണത്തിനും വിദ്യാഭ്യാസത്തിനും വ്യത്യസ്ത മാതൃകകൾ മനസ്സിലാക്കുന്നതിനുള്ള മുഖ്യ സ്രോതസ്സായി നവമാധ്യമങ്ങൾ മാറുന്നതായി മാർപ്പാപ്പ നിരീക്ഷിക്കുന്നുണ്ട്. മാധ്യമ ലോകത്തെക്കുറിച്ചുള്ള സഭയുടെ ചിന്തകൾ അവതരിപ്പിക്കുന്ന നിരവധി നിർദ്ദേശങ്ങളും പഠനങ്ങളും വത്തിക്കാൻ പുറത്തിറക്കിയിട്ടുണ്ട്. 1957 മിറാൻഡ പ്രോസൂസ്, 1963 ഇന്റർമീരിഫിക്ക, 71 കമ്മ്യൂണിയോ എത്ത് പ്രോഗ്രസോ, 100 Years of Cinema 2002, ചർച്ച് ആൻഡ് ഇൻ്റർനെറ്റ് 2003, റാപ്പിഡ് ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ 2005, 2023 ടുവേർഡ്സ് ഫുൾ പ്രസൻസ് എന്നിവ അവയിൽ എടുത്തു പറയേണ്ടവയാണ്. മാധ്യമം ദൈവദാനവും മനുഷ്യരെ സാഹോദര്യത്തിൽ ഉറപ്പിക്കുന്നതുമാണെന്ന് മിറാൻഡ പ്രോസൂസും കമ്മ്യൂണിയോ എത്ത് പ്രോഗ്രസോ ഇവ പറയുന്നു. ഇത്തരത്തിൽ കാലത്തിനനുസരിച്ച് സമ്പർക്ക മാധ്യമ ലോകം മനുഷ്യന് നൽകുന്ന മുന്നേറ്റങ്ങളെ കാണാനും ദിശാബോധം നൽകാനും സഭ ശ്രദ്ധിക്കുന്നുണ്ട്. 58 ആഗോള മാധ്യമ ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത് നിർമ്മിത ബുദ്ധിയും ഹൃദയത്തിൻ്റെ ജ്ഞാനവും സമ്പൂർണമായ മാനുഷിക ആശയവിനിമയത്തിലേക്ക് എന്ന സന്ദേശമാണ്. മനുഷ്യൻ്റെ അനന്യതയെക്കുറിച്ചും മനുഷ്യകുലത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നിർമ്മിത ബുദ്ധിയുടെ കാലം പ്രേരിപ്പിക്കുന്നു. നവമായതിനെ തിരസ്കരിക്കാതെ ഈ മനോഹരമായ ലോകത്തെ മനുഷ്യൻ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും നിരന്തരം മനുഷ്യരിൽ സംഭവിക്കുന്ന ആയിത്തീരലിന് ബിക്കമിങ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് റൊമാനോ ഗ്വർദീനി പറഞ്ഞത് ഫ്രാൻസിസ് പാപ്പ എടുത്തു പറയുന്നു.
സാങ്കേതിക വിദ്യയിൽ സമ്പന്നരായിരിക്കുമ്പോൾ തന്നെ മനുഷ്യത്വത്തിൽ ദരിദ്രരായിരിക്കുന്നതിലെ വലിയ അപകട സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെയാണ് പാപ്പ ഹൃദയജ്ഞാനത്തെ പ്രതിഷ്ഠിക്കുന്നത്. സമ്പൂർണമായ മാനുഷിക ആശയവിനിമയം സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇതുവഴിയാണ്. ഹൃദയജ്ഞാനത്തിൽ ദൈവവുമായി കണ്ടുമുട്ടുന്ന ഒരു ആന്തരിക തലം കൂടിയുണ്ട്. മനുഷ്യജീവിതത്തിന് രുചി പകരുന്ന ഒന്നായി ജ്ഞാനം മാറണം. ദൈവത്തെ കൂടാതെ ദൈവമാകാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ യന്ത്രജ്ഞാനം, മെഷീൻ ലേണിംഗ് അപകടകരമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് വിവിധ ജനങ്ങൾക്കിടയിലും തലമുറകൾക്കിടയിലും അറിവ് കൈമാറ്റം ചെയ്യുന്നതിന് സഹായിക്കാൻ കഴിയും. മനുഷ്യൻ്റെ സാങ്കേതികമായ കൂടിച്ചേർക്കലുകൾ മനുഷ്യരുടെ സ്നേഹ സേവനത്തിനായി ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ശത്രുതാപരമായ പ്രാമാണ്യത്തിനായും അധിനിവേശത്തിനുമുള്ള ഉപകരണങ്ങളായും ഉപയോഗപ്പെടുത്താമെന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. മനുഷ്യ സമൂഹം മുഴുവൻ ഡിജിറ്റൽ ഏകാധിപത്യത്തിൻ്റെ പാതയിലാണെന്ന ഭീതി യുവാൽ ഹരാരിയെപ്പോലുള്ളവർ പങ്കുവെക്കുന്നുണ്ട്. എല്ലാ വിവരവും അധികാരവും ഒരു ഇടത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് 20-ാം നൂറ്റാണ്ടിലെ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് 21-ാം നൂറ്റാണ്ടിൽ ഏകാധിപത്യ സംഘങ്ങൾക്ക് ഇല്ല എന്നത് അവരുടെ നിർണായക നേട്ടമാകുന്നു. ജനാധിപത്യവും ഏകാധിപത്യവും രണ്ട് തരം വിവര സംസ്കരണ രീതികളാണ്. രാജ്യങ്ങളുടെ ഭരണനിർവഹണത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നെത്തിയത് മുതൽ ജനാധിപത്യത്തിൻ്റെ സ്വഭാവവും നിറവും മാറിത്തുടങ്ങി. ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കാലത്തിലേക്ക് മനുഷ്യ സമൂഹം ഒന്നടങ്കം സഞ്ചരിക്കുകയാണോ എന്ന് നാം ഭയപ്പെടുന്ന സമയത്ത് ഫ്രാൻസിസ് പാപ്പായുടെ ഈ മാധ്യമദിന സന്ദേശം ഏറെ പ്രസക്തമാണ്. വൈജ്ഞാനികമായ മലിനീകരണത്തിൻ്റെ, കൊഗ്നിറ്റീവ് പൊല്യൂഷൻ്റെ സ്രോതസ്സായി നിർമ്മിത ബുദ്ധി മാറാനുള്ള സാധ്യതയും ഈ മാധ്യമദിന സന്ദേശം ചൂണ്ടിക്കാട്ടുന്നു. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പ്രശംസിക്കുമ്പോൾ തന്നെ അവയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളും ശ്രദ്ധിക്കണം. മനുഷ്യധിഷണയുടെയും നൈപുണ്യത്തിൻ്റെയും ഏതുൽപ്പന്നവും പോലെ തന്നെ അൽഗോരിതങ്ങളും നിഷ്പക്ഷമല്ല. സാമൂഹിക നീതിക്ക് നിരക്കാത്തതും മനുഷ്യർക്കിടയിൽ വിഭാഗീയതയും ശത്രുതയും സൃഷ്ടിക്കുന്നതും ആയ തരത്തിൽ അവ ഉപയോഗിക്കപ്പെടാതെ നോക്കേണ്ടതുണ്ട്. ബഹുസ്വരതയെ ഹനിക്കുന്നതിനും പൊതുജനാഭിപ്രായത്തെ ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി മാത്രം അട്ടിമറിക്കുന്നതിനും അവസരം ഒരുക്കാൻ പാടില്ല. നിർമ്മിത ബുദ്ധിയുടെ വികസനവും വിവിധ രീതിയിലുള്ള ഉപയോഗവും സംബന്ധിച്ച് എല്ലാവർക്കും ബാധകമായ ഒരു അന്തർദേശീയ ഉടമ്പടി രൂപപ്പെടുത്താൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. മനുഷ്യത്വത്തിലേക്ക്, മനുഷ്യ മഹാകുടുംബത്തിലേക്കുള്ള കൂട്ടായ വളർച്ചയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വ്യക്തികളെ സ്ഥിതിവിവരക്കണക്കായി മാത്രം ലഘൂകരിച്ച് കാണാനുള്ള സാധ്യതയെ ഈ വർഷത്തെ മാധ്യമ സന്ദേശം എടുത്തു കാണിക്കുന്നു. എക്കോ ചേംബറുകളുടെ തടവുകാരായി മനുഷ്യൻ പരിണമിക്കുന്നതിനെയും ചൂണ്ടിക്കാട്ടുന്നു. അവരവരുടെ സ്വരവും ആശയങ്ങളും അവയുടെ ആവർത്തനവും മാറ്റൊലിയും കൊണ്ട് പരിമിതപ്പെട്ട ഒരു ചേംബറിനുള്ളിൽ മനുഷ്യൻ സാമൂഹിക ലോകത്ത് കുടുങ്ങിപ്പോകുന്നത് അപകടകരമാണ്. അറിവിൻ്റെ ബഹുസ്വരത വർദ്ധിപ്പിക്കുന്നതിന് പകരം ആശയക്കുഴപ്പത്തിൻ്റെ ചെളിക്കുണ്ടിൽ ഒഴുകാൻ മനുഷ്യർ വിധിക്കപ്പെടുന്നു. വിപണിയുടെയും അധികാരത്തിൻ്റെയും ഇരകളായി മനുഷ്യർ മാറുന്നു. കണക്കുകൾക്കപ്പുറം മനുഷ്യൻ്റെ അനുഭവജ്ഞാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്ന് മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. വ്യാജ പ്രചാരണങ്ങളിലൂടെ നടക്കുന്ന സമാന്തര യുദ്ധത്തെക്കുറിച്ച് ഈ സന്ദേശം വ്യക്തമായി സൂചന നൽകുന്നു. വാർത്തകളുടെ വ്യാജ ഉറവിടങ്ങൾ, സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാതെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഏക സ്രോതസ്സിലേക്ക് വാർത്തകൾ ചുരുങ്ങുന്നത്, ഇങ്ങനെ നിരവധി ഭീഷണികളെ ഫ്രാൻസിസ് പാപ്പ ആഗോള മാധ്യമ സന്ദേശത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കൂട്ടായ്മയിലൂടെ മാത്രം സാധ്യമാകുന്ന വിവേചന ശക്തിയെ വർദ്ധിപ്പിക്കാനും ജാഗ്രതയെ കൂടുതൽ സൂക്ഷ്മമാക്കാനും ഈ വർഷത്തെ സന്ദേശം നിർബന്ധിക്കുന്നു. എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ജ്ഞാനം നമുക്ക് തേടാം. നിർമ്മിത ബുദ്ധിയുടെ സംവിധാനങ്ങൾ മനുഷ്യത്വ സമ്പൂർണമായ ആശയവിനിമയത്തിൻ്റെ ശുശ്രൂഷയ്ക്കും സേവനത്തിനുമായി നമ്മെ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് ഫ്രാൻസിസ് പാപ്പ ഈ വർഷത്തെ മാധ്യമദിന സന്ദേശം അവസാനിപ്പിക്കുന്നത്. നന്ദി.